ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ട്രെയിനിൻ്റെ കണക്കും തന്നു എന്ന് വെച്ചാൽ ആദ്യം ഇക്വേഷൻ നമുക്ക് എഴുതുക. അതായത് STD എന്നുള്ളൊരു ഫോം ആദ്യം പഠിക്കുക. അതായത് സ്പീഡ് കാണാൻ എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈമാണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കാണാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് സമയമാണ് കാണേണ്ടത്. അപ്പോൾ സമയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അല്ല, സമയം എടുക്കും. അതായത് സ്പീഡാണ് കാണേണ്ടത്. എത്ര സമയം എടുക്കുന്നില്ലേ പറഞ്ഞത്? അപ്പോൾ സ്പീഡാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ സ്പീഡ് എങ്ങനെയാണ് കാണേണ്ടത്? ദൂരം ബൈ സമയം, അതാണ്. അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ദൂരം ഇവിടെ എത്രയാണ്? 300 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ 300 മീറ്റർ നീളമുള്ള ട്രെയിനല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ സമയം പിന്നെ എന്താണ്? സമയം എത്രയാണ്? 54 കിലോമീറ്റർ അവർ എന്നാണ് പറഞ്ഞത്. മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് 54 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ എന്താണ്? 54 × 5/18 എന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ 54 18 എത്ര തവണയുണ്ട്? 3 തവണയുണ്ട്. അപ്പോൾ 3 × 5 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കതിൽ എഴുതാം 15. അപ്പോൾ എത്ര കിട്ടും? 30 15 2 തവണ, അങ്ങനെ 20 സെക്കൻഡ് എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ.